കാലവർഷം കാലത്തിൽ അങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുക. ഇപ്പോഴും മഴയ്ക്കൊന്നും വലിയ കുറവൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് നല്ല മഴയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതാ നല്ല വെയിൽ. അപ്പോൾ ഇതാ നമുക്കിന്ന് കറി ഉണ്ടാക്കാം. കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാം. കുറേ ദിവസമായി അവൻ അങ്ങനെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അമ്പുടുക്കുട്ടന് ഇതാ ഭയങ്കര ഇഷ്ടമായിട്ടോ മുരിങ്ങയില. അപ്പോൾ ഞാൻ കരുതുന്ന മുരിങ്ങയില കറി വയ്ക്കാമെന്ന്. വൈകുന്നേരം സമയം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പോയി മുരിങ്ങയിലൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമ്മളവിടെ ആകെ കാട് കയറിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ ഇതാ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ വാല് പോലെ കൂടെ രണ്ടെണ്ണം ഉണ്ടാവും. ഒരാളെ ഇന്ന് കാണാനല്ല, ആൾ ഭയങ്കര ബിസിയായിട്ട്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് പഠിക്കാൻ മടിയാണ്. എന്നിരുന്നാലും ഞാനല്ലാതെ ഈ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രേസ് ചെയ്ത് എഴുതണം. അതൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. വലുതായിട്ടൊന്നും എഴുതത്തൊന്നുമില്ല, എന്നാലും അവൻ അറിയുന്ന പോലെ അവൻ അതിൽ എഴുതാനും കളർ കൊടുക്കാനും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആശാൻ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതാ എന്നെ അമ്പുടുക്കുട്ട സഹായിക്കുക കേട്ടോ. ആളെ മുരിങ്ങയില നന്നാക്കി തരണം. എനിക്ക് നല്ല പണി തരാം. അവനവന് പറ്റുന്ന പോലെയൊക്കെ എന്നെ സഹായിക്കുകയും ചെയ്തു. അതൊക്കെ വലിച്ച് വാരി താഴെയിടുകയും ചെയ്തു. അപ്പോൾ ഇതാ ഞാനതൊക്കെ നുള്ളിപ്പെറുക്കിയിട്ട് കേട്ടോ. ഞാനിത് കഴിഞ്ഞ് എനിക്ക് ആകെ ദേഷ്യം വന്നു. അവനതൊക്കെ വലിച്ചു വാരി താഴെയിട്ടു കേട്ടോ. പിന്നെ ഇതാ മുരിങ്ങേൻ്റെ ഇല നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത് കൊണ്ട് എങ്ങനെയാണെങ്കിലും കുഞ്ഞ് കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മഴ പെയ്തു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് പിന്നെ ഇതാ നമുക്ക് കുറച്ച് പരിപ്പെടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമുക്ക് അപ്പം തന്നെ ഇങ്ങോട്ട് കഴുകിയെടുക്കാം. ഞാൻ ആ മുരിങ്ങയില പറിക്കാൻ പോയ സമയത്ത് പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് പോകാമെന്നൊക്കെ കരുതി. പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ ആ മുരിങ്ങയിലൊക്കെ പറിച്ച് കൊണ്ട് വന്ന് അതൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുത്ത്. അപ്പോഴും ഓർമ്മ പോകുന്നില്ല കേട്ടോ. പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർന്നാൽ പെട്ടെന്നാവുമെന്ന്. പിന്നെ ഇത് അധികം വേവില്ലാത്ത പരിപ്പായിരുന്നേ. അപ്പോൾ ഇതാ പരിപ്പിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. നമ്മൾ ആശാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അവന് ഞാനുണ്ടെങ്കിൽ എൻ്റെ പുറകെ തന്നെ കേട്ടോ. പിന്നെ 2 വെളുത്തുള്ളിയും കൂടെ ഇട്ടെ എൻ്റെ പുറകെ തന്നെ ആവും കേട്ടോ ഏത് നേരം. പക്ഷെ ഞാനില്ല എന്നുണ്ടെങ്കിലോ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഞാൻ അടുത്തില്ല എന്നുള്ളതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ. അതായത് നമ്മളെ 2 കുഞ്ഞുമണിക്കും പനിയും ജലദോഷവും ചുമയൊക്കെ ആയിട്ടോ. അപ്പോൾ മാറി വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ കുറേശ്ശൊക്കെ സുഖമായിട്ടുണ്ട്. പെട്ടെന്ന് മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതാ നമ്മുടെ അമ്പുടുക്കുട്ടൻ്റെ ബർത്ത്ഡേ ഒന്ന് വന്നെത്തി. ജൂലൈ 13 അവൻ്റെ 2nd ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചില്ല. 2nd ബർത്ത്ഡേ ആഘോഷിക്കട്ടെ, ദൈവം സഹായിച്ച ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ കറിക്ക് വേണ്ട അരപ്പൊക്കെ എടുത്തിട്ടോ. നല്ല രസമുണ്ടായിട്ടോ. മിക്സി ഓണാക്കിയപ്പോൾ അവൻ്റെ കളി. അപ്പോൾ അതാ മൂക്ക് ഒലിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൂക്ക് ഒളിച്ചെടുക്കുന്നു കേട്ടോ. വേറെ തുണി എടുക്കാനൊന്നും പോയില്ല. ഞാൻ ചിലപ്പോൾ പോയി വരുമ്പോഴേക്കും ആ തേങ്ങ നല്ല കോലാക്കി വയ്ക്കും. അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ അവന് മൂക്കൊക്കെ തുടച്ച് കൊടുത്ത് പിന്നെ ഉള്ളി അരിയുന്നു കേട്ടോ. അവൻ അങ്ങനെയൊന്നുമില്ല, അവനിങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യായിരുന്നേ. അപ്പം ഞാൻ എന്താ ഉള്ളിയും കിഴങ്ങും കൂടെ ഒരു കുഞ്ഞ് മെഴുക്ക് വരട്ടിയും കൂടെ വെക്കാമെന്ന് കരുതി. പിന്നെ ഒരു സാധാരണ ഒരു കറിയൊക്കെ ആയിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മുരിങ്ങയിലയും പരിപ്പും കറി വെച്ചതും പിന്നെ അത് ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്ക് വരട്ടി. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടും. അതെന്താ ഞാൻ പറയുന്നില്ല, നിങ്ങൾ വഴിയെ കണ്ടോ. അപ്പോഴേക്കും എന്താ നമ്മളെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 4 വിസിലടിച്ച് അപ്പം തന്നെ വിസിലൊക്കെ കളഞ്ഞ്. ഇതാ നമുക്കിനി പരിപ്പിൻ്റെ വേവൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ മുരിങ്ങയിലയും കൂടെ ഇട്ട് 2 വിസിലും കൂടെ അടിക്കുമ്പോൾ അതൊക്കെ സെറ്റായിക്കോളും കേട്ടോ. അപ്പോൾ അതാ ഞാൻ കഴുകി വാരിയെടുത്ത മുരിങ്ങേൻ്റെ ഇലയും കൂടെ അതിനകത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പും മുളകൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ടോ. എന്നിട്ട് ഞാൻ ഉപ്പും ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ വെച്ചാൽ വെള്ളം ആകെ വറ്റിയിട്ടുണ്ടായിരുന്നു. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒരു 2 വിസിലും കൂടെ അടിച്ചെടുത്തിട്ടോ. പരിപ്പ് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലിന് ഓഫാക്കി ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനത്തിനുള്ള ഐറ്റം പറിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ അതൊക്കെ കാന്താരി മുളക് പറിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ കുറേ അപാകതകളുണ്ട്. എന്നാലും എല്ലാവരും ക്ഷമിക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നല്ല ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ നമ്മളെ കാന്താരി മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിലയിടത്ത് കാന്താരി മുളക്, ചീനിപ്പറങ്കി അങ്ങനെ പലതും വരാം. അപ്പോൾ അതാ കാന്താരി മുളകും ചെറിയുള്ളിയും കൂടെ ഞാൻ നന്നാക്കി എടുക്കാറ്. ഇപ്പം തന്നെ എല്ലാവർക്കും ഏകദേശം കാര്യം കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിലോ
എത്ര ചോറ് വേണമെങ്കിലും ഒരൊറ്റ ഇരുപ്പിനിരുന്ന് കഴിക്കാം കേട്ടോ. ഈ ഒരു ചമ്മന്തി നല്ല റേഷൻ അരി ചോറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്രയും ടേസ്റ്റാട്ടോ ഈ ചമ്മന്തിക്ക്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പരിപ്പും മുരിങ്ങയും വേവിച്ചിട്ട് വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ അരപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അരപ്പിൽ നമ്മൾ തേങ്ങയും 2 വെളുത്തുള്ളിയും ജീരകവും ഇവിടെ ഇട്ടിട്ട് അരച്ചെടുത്തതാട്ടോ. അപ്പോൾ അതാ ഞാൻ അയക്കിട്ടിട്ട് ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അടച്ച് വയ്ക്കും. കാരണം ആ ഒരു ചൂടിൽ തന്നെ അത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഞാനായിട്ട് ചൂടാക്കി ഇനി വെറുതെ കുളമാക്കണ്ടെന്നില്ല. കാരണം ഈ തേങ്ങ അരച്ച കറിയൊക്കെ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ചെറു തീയിലിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി ആവി വരുന്നോളം ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. തേങ്ങ ഇട്ട കറി നമ്മൾ തിളപ്പിച്ചെടുത്ത് ഒന്ന് ചെറുങ്ങനെ തിളച്ചാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ. നമുക്ക് വറവിടാം. അപ്പുറത്ത് മെസ്സായി കിടക്കുന്നതിന് ഈ വീഡിയോ എടുക്കുമ്പോഴാട്ടോ കാണുന്നത്. ഞാൻ ഓരോന്ന് അപ്പം എടുക്കട്ടോ. കാരണം മക്കളെ ഇടഞ്ഞ് കഴിഞ്ഞാൽ നടക്കൂല. ഇപ്പം ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇടഞ്ഞ് കഴിഞ്ഞാൽ നടക്കൂല കേട്ടോ. അപ്പോൾ അത് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കറിവേപ്പില ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ മുരിങ്ങയിലക്കറിയില്ല, അപ്പോൾ കറിവേപ്പില ഇടണ്ടാന്ന് കരുതി. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടിട്ട് വറവിട്ടെടുത്തു കേട്ടോ. അമ്പുടുക്കൂട്ടം ചിലപ്പോൾ പെട്ടെന്ന് ഇടയും. ഈ ഒരു സമയം കൊണ്ട് തന്നെ എന്തെങ്കിലും ഒപ്പിച്ച് ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അത് വയ്യാത്തതുകൊണ്ട് ഭയങ്കര വാശിയും ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ചട്ടിയൊന്നും എടുത്തില്ല. ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്തിട്ടോ. ഞാൻ ആ കൂടെ 2 വെളുത്തുള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഗ്യാസിൻ്റെ വിഷയം വരണ്ടാന്ന് കരുതിയിട്ട് മക്കൾക്ക് കൊടുക്കുന്നതല്ലേ. ഞാൻ അതും കൂടി ഇട്ട് പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല ആ വെളുത്തുള്ളി മൂത്ത് നിന്നിട്ട് ആ മസാല കിടന്ന് മൂത്ത് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നാടൻ കിഴങ്ങ് പൊരിച്ചും കൂടെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും കാര്യമായിട്ട് ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാവുട്ടോ നല്ലത്. കാരണം നല്ല കളറിൽ ഇങ്ങനെ നിൽക്കും, നല്ല ടേസ്റ്റ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചിട്ടൊന്നുമില്ല. കാരണം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ സാധാരണ നന്നായിട്ട് ഒഴിക്കാറുണ്ട്. ഇപ്പോൾ മക്കൾക്ക് വയ്യാത്തല്ലേ, അപ്പോൾ അധികം ഓയിൽ ഫുഡൊന്നും കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ആട്ടോ. അതാ മറ്റേ തേങ്ങയല്ല ഉരുളക്കിഴങ്ങ് തേക്കില്ല. അപ്പോൾ ഒരു പച്ചക്കായയും കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ എന്തോ ഇതായതാണ്. അപ്പോൾ ഇതാ ഞാനതൊക്കെ അടച്ച് വെച്ച് ഇനി നമുക്ക് ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാം. ചെറുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം പുള്ളിയും കാന്താരി മുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാടൊന്നും അരച്ചില്ല, കുറച്ച് മാത്രം അരച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം രാത്രിത്തേക്കുള്ള ഫുഡാട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് എരിവ് കഴിക്കുന്നത് നല്ലതല്ലോ. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ചമ്മന്തി കേട്ടോ. പിന്നെ എനിക്ക് ഈ ചമ്മന്തി കാണുമ്പോൾ ഞാൻ ഇച്ചുമോനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹിക്കുന്നു. പക്ഷെ അമ്മ ഉണ്ടാക്കി തന്നില്ല കേട്ടോ. വേറെ ഒന്നല്ല, കാന്താരി ഞാനൊരു 8ാം മാസമൊക്കെ ആയിട്ടുള്ളൂ പറഞ്ഞപ്പോൾ ഒരുപാട് എരിവ് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നില്ല. പക്ഷെ ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് എനിക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. അതും പറയണല്ലോ, ഒരുപാട് എരിവ് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് വയറിൽ പുകച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ എരിവൊന്നും തരുവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചമ്മന്തി ഞാൻ അരച്ചെടുക്കുന്നത്. കല്ലിൽ അരച്ചെടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണല്ലോ. മിക്സിയിൽ അരയ്ക്കുമ്പോഴും നമ്മൾ കല്ലിൽ അരച്ചെടുക്കുമ്പോഴും ടേസ്റ്റിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനതൊക്കെ ഇങ്ങോട്ട് അരച്ചെടുക്കുക. കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാണ്ട് എനിക്കത് കണ്ടിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഈ വീഡിയോ. കാരണം നമ്മളെ ട്രൈപോഡ് വെച്ചാൽ ഞാൻ ഒന്നിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് പൊട്ടിപ്പോയി. അമ്പൂട്ടൻ ഇച്ചും കൂടെ ആയിട്ട് പണിതിട്ട് പൊട്ടിപ്പോയി. നമ്മൾ സാധാരണ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് വാങ്ങിയതാണല്ലോ, ഒട്ടും വെയിറ്റ് ഇതാവുന്നില്ല. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ വീഴും. അങ്ങനെ ഒരു ഒരു കാറ്റടിച്ചാൽ വീഴുന്ന അത്രയേ ഉള്ളൂ. അതിൽ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതാക്കുകയാണ്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൈൻഡൊന്നും സെറ്റ് ആവുന്നില്ല കേട്ടോ. ഒരിടയ്ക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകും, പിന്നെ അങ്ങോട്ട് ഇതാകും അങ്ങനെ. അപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തി റെഡിയായി. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അടിച്ച് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചമ്മന്തിയും കൂടെ റെഡി ആയിട്ടു. ഈ ചമ്മന്തി എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ നമുക്കൊരു പ്ലേറ്റിലേക്ക് ആവശ്യത്തിന് വേണ്ട ചോറും കറികളും ഒഴിച്ച് കഴിച്ച് നോക്കുക കേട്ടോ. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കുഞ്ഞ്
റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും. അപ്പോൾ അതാ നമ്മൾ കിഴങ്ങ് മെഴുക്കുവരട്ടി, മുരിങ്ങയിലക്കറിയും ഒരു ചെറിയ നാരങ്ങച്ചാറും ഇച്ചിരി ചമ്മന്തി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.